പ്രവാചകൻ ജീവിച്ച 6-ാം നൂറ്റാണ്ടിലെ അറബികളെ സംബന്ധിച്ച് നാം അപരിഷ്കൃതർ, കാട്ടാളർ, പ്രാകൃതർ എന്നെല്ലാം പറയാറുണ്ട്. യഥാർത്ഥത്തിൽ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മെക്കാളേറെ സാംസ്കാരികമായോ സ്വഭാവപരമായോ പെരുമാറ്റത്തിലോ അവർ മോശമായിരുന്നുവോ? അല്ലെന്നതല്ലേ വസ്തുത. അന്ന് അവർ സ്വന്തം കൈകൾ കൊണ്ട് കുത്തിയുണ്ടാക്കിയ കല്ലുകളെയും മരക്കഷ്ണങ്ങളെയും ആരാധിച്ചിരുന്നു. ഇന്നും ജനകോടികൾ അത് തന്നെ ചെയ്യുന്നു. അന്ന് നഗ്നരായി ദേവാലയങ്ങൾ പ്രദക്ഷിണം ചെയ്തിരുന്നു. ഇന്നും അങ്ങനെ ചെയ്യുന്നു. അന്ന് അവിടെ മദ്യപാനികളുണ്ടായിരുന്നു. ഇന്ന് ഇവിടെയും മദ്യപാനികളുണ്ട്. അന്ന് ജീവനോടെ പെൺകുട്ടികളെ കൊലപ്പെടുത്തുമായിരുന്നു. ഇന്നത്തെ മനുഷ്യരും കൃപാശയങ്ങളിൽ വെച്ച് അത് തന്നെ ചെയ്യുന്നു. അന്ന് അക്രമമുണ്ടായിരുന്നു, യുദ്ധമുണ്ടായിരുന്നു. ഇന്നും അതെല്ലാം ഉണ്ട്. എന്നാൽ അന്ന് ഇന്നത്തെക്കാൾ മഹിതമായ ചില മൂല്യങ്ങളുണ്ടായിരുന്നു. ആരും ചതിയിൽ കൊലപ്പെടുത്തുമായിരുന്നില്ല. ആദർശപരമായ ശത്രുവിൻ്റെ പേരിൽ കുട്ടികളെ കൊല്ലുമായിരുന്നില്ല. മക്കയിലെ മുസ്ലിങ്ങളുടെ കുട്ടികളെ ആരും അങ്ങനെ കൊന്നിട്ടില്ല. സ്ത്രീകളെ ആദർശ ശത്രുവിൻ്റെ പേരിൽ ബലാത്സംഗം ചെയ്യുമായിരുന്നില്ല. എന്നാൽ ഇന്ന് കുട്ടികളെ കൊല്ലുന്നു, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു. ആദർശപരമായ വ്യത്യാസത്തിൻ്റെ പേരിൽ ജനങ്ങളെ ആൾക്കൂട്ടങ്ങൾ ഒരുമിച്ച് കൂടി നിരപരാധരെ അടിച്ചു കൊല്ലുന്നു, തച്ചുകൊല്ലുന്നു. അന്ന് എത്ര യുദ്ധമുണ്ടായാലും അക്രമമുണ്ടായാലും ഒരാളെ മാത്രമേ ഒരിക്കൽ കൊല്ലുമായിരുന്നുള്ളൂ. ഒന്നുകിൽ അടിച്ച്, അല്ലെങ്കിൽ ഇടിച്ച്, അല്ലെങ്കിൽ വെട്ടി, അല്ലെങ്കിൽ കുത്തി. ഇന്ന് അത്ര യുദ്ധമുണ്ടാകുമ്പോൾ നിരപരാധരായ ആയിരക്കണക്കിന് ആളുകളെയാണ് കൊല്ലുന്നത്. സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നു. അന്ന് ഉള്ളതിനേക്കാളേറെ എന്തെങ്കിലും മഹത്വമോ മേന്മയോ മൂല്യമോ പുതിയ കാലഘട്ടത്തെ മനുഷ്യനുണ്ടോ? അതേസമയം അടിസ്ഥാനപരമായ ചില നന്മകൾ അവരിലുണ്ടായിരുന്നു. നല്ല മാർഗദർശനം കിട്ടിയാൽ അവയെ വളർത്തി ഉയർത്തി ചരിത്രത്തിൽ സമാനതകളില്ലാത്ത മനുഷ്യരാക്കി സമൂഹമാക്കി അവരെ മാറ്റാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അന്ത്യപ്രവാചകൻ മക്കയിൽ നിയോഗിതനായത്. ഈ വസ്തുത നാം തിരിച്ചറിയേണ്ടതുണ്ട്. പ്രപഞ്ചനാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.